വർഷങ്ങൾ കടന്നുപോയി. ഭൂതകാലത്തിലെ കൊടുങ്കാറ്റുകളെല്ലാം ഒടുങ്ങി. നന്ദനും ഉമയും ഇപ്പോൾ തികച്ചും സമാധാനപരമായ ഒരു ജീവിതം നയിക്കുകയാണ്. ഉമയുടെ ആരോഗ്യം പൂർണ്ണമായും തിരിച്ചുകിട്ടി. അവൾ നൃത്തരംഗത്തേക്ക് പ്രവേശിച്ചു. ഒരു ഡാൻസ് സ്കൂൾ കൂടി ആരംഭിച്ചു. പിന്നീട് അറിയപ്പെടുന്ന ഒരു നർത്തകിയായി മാറി. ഇതിനിടെ ഉമയുടെ അച്ഛൻ മരണപ്പെട്ടു. നന്ദകുമാർ സ്വന്തമായി തന്നെ ഒരു ട്യൂഷൻ സെന്റർ ആരംഭിച്ചു. അവിടെ അധ്യാപകനായി മാറി. വലിയ കോളേജുകളിലെ രാഷ്ട്രീയവും മത്സരബുദ്ധിയും അടുത്ത അയാൾ സാധാരണക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയിൽ വലിയ ആത്മസംതൃപ്തി കണ്ടെത്തുന്നു. നാട്ടുകാർക്കൊക്കെ വലിയ ബഹുമാനമുള്ള ശാന്തനായ നന്ദൻ മാഷാണ് അദ്ദേഹം ഇപ്പോൾ. കുഞ്ഞു ശ്രുതി വളർന്ന് യുവതിയായി മാറി. അമ്മയില്ലാത്ത കുട്ടി എന്ന കുറവ് അറിയിക്കാതെ തന്റെ ജീവന തുല്യം സ്നേഹിച്ച് ഉമ ശ്രുതിയെ വളർത്തി. അമ്മയായ ശ്രുതിയുടെ ഓർമ്മയായി നൽകിയ പേരാണെങ്കിലും അവൾ വളർന്നത് ഉമയുടെ സ്നേഹത്തിലും നന്ദകുമാറിന്റെ മൂല്യങ്ങളിലുമായിരുന്നു. തന്റെ പെറ്റമ്മയായ ശ്രുതിയുടെ കോളേജ് കാലഘട്ടത്തെക്കുറിച്ചും അച്ഛനുമായി ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ഉമയിലൂടെയും അച്ഛനിലൂടെയും അവൾ മനസ്സിലാക്കിയിരുന്നു. പണ്ട് സ്വന്തം അമ്മ അവരുടെ സ്വാർത്ഥത കൊണ്ട് ചെയ്ത തെറ്റിന് അവൾ ഉമയോട് മാപ്പ് പറയുമായിരുന്നു. എന്നാൽ അവളുടെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും സ്നേഹത്തോടെ അമ്മയെ ഓർക്കാനാണ് ഉമ ശ്രുതിയെ പഠിപ്പിച്ചത്. നന്ദന്റെയും ഉമയുടെയും സ്നേഹത്തണലിൽ വളർന്ന ശ്രുതി പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്നു. സ്വന്തം അച്ഛന്റെ പാതയിലൂടെ തന്നെ അവളും അധ്യാപന രംഗം തന്നെ തെരഞ്ഞെടുത്തു. അവളിപ്പോൾ നഗരത്തിലെ ഒരു പ്രമുഖ കോളേജിൽ അധ്യാപികയാണ്. അവൾ ജോലി ചെയ്യുന്ന കോളേജ് അവളുടെ അച്ഛൻ നന്ദകുമാർ ഒരിക്കൽ അധ്യാപകനായിരുന്ന ആ പഴയ കോളേജ് തന്നെയായിരുന്നു. വിദ്യാർത്ഥികളോടുള്ള അവളുടെ പെരുമാറ്റം കണ്ടാൽ എല്ലാവർക്കും അത്ഭുതം തോന്നുമായിരുന്നു. ആദ്യ ദിവസം തന്നെ അവൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് കടന്നപ്പോൾ പലർക്കും പഴയ നന്ദകുമാർ സാറിനെ ഓർമ്മ വന്നു. അയാളുടെ കണ്ണിലെ അതേ ആത്മവിശ്വാസം, അതേ ശാന്തത. തന്റെ വിദ്യാർത്ഥികളോട് വളരെ സൗമ്യമായും എന്നാൽ കൃത്യമായ അതിർവരമ്പുകളോടെയും ഇടപെടാൻ അവൾ ശ്രദ്ധിച്ചു. ഒരു അധ്യാപിക എന്ന നിലയിൽ ശ്രുതിയുടെ പ്രൊഫഷണൽ ലൈഫ് ആദ്യം അത്ര എളുപ്പമായിരുന്നില്ല. പണ്ട് തന്റെ അമ്മ ശ്രുതിയെ പോലെ തന്നെ കോളേജിൽ കുസൃതിക്കാരും അനുസരണയില്ലാത്തവരുമായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവൾക്കും തലവേദനയുണ്ടാക്കി. പലപ്പോഴും അവർ ശ്രുതിയെ പ്രകോപിപ്പിക്കാൻ നോക്കി. എന്നാൽ തന്റെ അമ്മയ്ക്ക് പറ്റിയ തെറ്റുകൾ ഈ കുട്ടികൾക്ക് സംഭവിക്കരുത് എന്ന് അവൾ ആഗ്രഹിച്ചു. സ്നേഹത്തോടെ അവരുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചു. ഒരു നല്ല അധ്യാപികയായി അവൾ ആ കോളേജിലെ മുഴുവൻ കുട്ടികളുടെയും പ്രിയങ്കരിയായി മാറി. ഒരിക്കൽ അവരിൽ ഒരാൾ ചോദിച്ചു, മാം, ഇത്ര പേഷ്യൻസ് എങ്ങനെ കിട്ടുന്നു എന്ന്. ശ്രുതി അപ്പോൾ ചെറുതായി ചിരിച്ചു. ഒരു അധ്യാപകൻ പാഠപുസ്തകത്തിൽ നിന്ന് മാത്രം പഠിപ്പിക്കരുത്, ജീവിതത്തിൽ നിന്നും പഠിപ്പിക്കണം എന്നവൾ മറുപടി നൽകി. അങ്ങനെയിരിക്കെ നന്ദന്റെയും ഉമയുടെയും ജീവിതത്തിൽ ഒരു ദുഃഖം കൂടി വന്നു. നന്ദനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പ്രിയ സഹപ്രവർത്തകരും സുഹൃത്തുമായ റഹ്മാന്റെ മരണം. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട സമയത്ത് നന്ദകുമാറിനെ കൈപിടിച്ചു തിരികെ കൊണ്ടുവന്ന ആ സുഹൃത്തിന്റെ മരണം നന്ദകുമാറിനെ ഏറെ തകർത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രുതിയുടെ കോളേജിലെ മികച്ച അധ്യാപികയ്ക്കുള്ള ആ വർഷത്തെ അവാർഡും വാങ്ങി ശ്രുതി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. നന്ദന്റെയും ഉമയുടെയും കൈകളിലേക്ക് അവൾ ആ അവാർഡ് വെച്ചുകൊടുത്തു. മകളുടെ നേട്ടത്തിൽ നന്ദന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഉമ മകളെ ചേർത്ത് പിടിച്ചു. അങ്ങനെയിരിക്കെ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ പുതിയ അധ്യാപകനായ സിദ്ധാർത്ഥ് കടന്നു വരുന്നു. വളരെ പക്വതയുള്ള, സൗമ്യനായ, നന്നായി ഇടപഴകുന്ന ഒരാളാണ് സിദ്ധാർത്ഥ്. തുടക്കത്തിൽ ഔദ്യോഗികമായ സൗഹൃദം മാത്രമായിരുന്നെങ്കിലും കോളേജിലെ പല പ്രതിസന്ധികളിലും സിദ്ധാർത്ഥ ശ്രുതിക്ക് വലിയൊരു പിന്തുണയായി മാറി. ആ കോളേജിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും അവർ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. പരസ്പരമുള്ള ബഹുമാനം പതുക്കെ അവർക്കിടയിൽ ഒരു പ്രണയമായി മാറി. താൻ സിദ്ധാർത്ഥുമായി പ്രണയത്തിലാണെന്ന കാര്യം ശ്രുതി വീട്ടിൽ തുറന്നു പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നന്ദന്റെ മനസ്സിലേക്ക് വരുന്നത് ഭൂതകാലത്തിലെ കൈപ്പേറിയ ഓർമ്മകളാണ്. മകളുടെ പ്രണയത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ നന്ദന്റെ മനസ്സ് ആദ്യം മടിച്ചു. മകളുടെ പ്രൊഫഷണൽ ജീവിതത്തിനോ സമാധാനത്തിനോ ഈ ബന്ധം കൊണ്ട് എന്തെങ്കിലും തടസ്സം വരുമോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. എന്നാൽ ഇവിടെ ഉമയാണ് ശ്രുതിക്ക് രക്ഷകയാകുന്നത്. ഉമ ശ്രുതിയുടെ ആഗ്രഹത്തെ പിന്തുണയ്ക്കുന്നു. സിദ്ധാർത്ഥിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഉമ നന്ദനോട് ആവശ്യപ്പെട്ടു. നന്ദൻ സിദ്ധാർത്ഥിനെ കാണാൻ കോളേജിലേക്ക് വരുന്നു.
പണ്ട് താൻ പഠിപ്പിച്ച ആ കോളേജ് കാലഘട്ടവും അവിടുത്തെ ക്ലാസ് മുറികളും ഓർത്തുപോയ നന്ദൻ സിദ്ധാർത്ഥിനെ ദൂരെ നിന്ന് നിരീക്ഷിച്ചു. വിദ്യാർത്ഥികളോടുള്ള അയാളുടെ പെരുമാറ്റവും പക്വതയും നന്ദനെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നു. തന്റെ ഭൂതകാലത്തെക്കുറിച്ചും കുടുംബത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും നന്ദൻ സിദ്ധാർത്ഥിനോട് തുറന്നു പറഞ്ഞു. താൻ ശ്രുതിയെ സ്നേഹിക്കുന്നത് വെറുമൊരു മോഹം കൊണ്ടല്ലെന്നും അവളുടെ വ്യക്തിത്വത്തെയും അവളുടെ കുടുംബത്തെയും ബഹുമാനിച്ചുകൊണ്ടാണെന്നും സിദ്ധാർത്ഥ് നന്ദന് ഉറപ്പു നൽകുന്നു. സിദ്ധാർത്ഥിന്റെ വാക്കുകളിലെ ആത്മാർത്ഥത നന്ദന്റെ മനസ്സിലെ എല്ലാ ഭയങ്ങളെയും മാറ്റിക്കളഞ്ഞു. അങ്ങനെ ആ കുടുംബത്തിലേക്ക് ശ്രുതിയുടെയും സിദ്ധാർത്ഥിന്റെയും വിവാഹ നിശ്ചയം പുതിയൊരു വെളിച്ചം കൊണ്ടുവന്നു. നന്ദന്റെയും ഉമയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സിദ്ധാർത്ഥ ശ്രുതിയുടെ വിരലിൽ മോതിരമണിയിക്കുന്നു. മകളുടെ മുഖത്തെ സന്തോഷം കണ്ട് നന്ദന്റെയും ഉമയുടെയും കണ്ണു നിറയുന്നു. അങ്ങനെ ഒരു ദിവസം നന്ദനും ഉമയും ഒരു വൈകുന്നേരം അവരുടെ വീട്ടുമുറ്റത്തിരുന്ന് മഴ ആസ്വദിക്കുന്നു. ഇത്ര സമാധാനം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് കരുതിയിരുന്നോ എന്ന് ഉമ നന്ദനോട് ചോദിക്കുന്നു. നന്ദകുമാർ അവളുടെ കൈപിടിച്ചു പറയുന്നു, നമ്മുടെ സ്നേഹം സത്യസന്ധമായിരുന്നു. കുറച്ചു വൈകിയെങ്കിലും ശരിയായ സമയത്ത് അത് നമ്മളെ വീണ്ടും അടുപ്പിച്ചു. ഒരിക്കൽ താൻ സ്നേഹിച്ച പുരുഷന്റെ നല്ല ജീവിതത്തിനായി വഴിമാറിക്കൊടുത്ത ഉമ ഇന്ന് അതേ പുരുഷനോടൊപ്പം വളരെ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം നയിക്കുന്നു.